എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പോയ ഒരാൾ തിരിച്ചു വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ജലദോഷമാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ജലദോഷം ഇല്ലായിരുന്നു, പക്ഷെ അത് തിരിച്ചു വന്നേക്കാണ്. മഴയൊക്കെ കാരണമാണ് നമുക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റുന്നത്. രണ്ടോ മൂന്നോ ദിവസമായി ഞാൻ ഇതിൽ വീഡിയോ ഇട്ടിട്ട് വിട്ടുപോയി, മറന്നുപോയി ഇതിൽ വീഡിയോ എടുത്ത കാര്യമൊക്കെ പലപ്പോഴും. പിന്നെ അങ്ങ് മടിയായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഇത് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഈ ചാനലൊക്കെ ഇത്രത്തോളം ഉണ്ടാക്കിയത് ഉപേക്ഷിച്ച് പോകാനോ നിർത്തിപ്പോകാനോ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇട്ടേ പറ്റൂ. കണ്ടൻ്റ് ഒന്നും മാറ്റുന്നില്ല. ഒരു സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു വേറെ കണ്ടൻ്റൊക്കെ ചെയ്യാം, പക്ഷേ അതത്ര എളുപ്പമല്ല. അതിനേക്കാൾ നല്ലത് ഇതിങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഏകാന്തതയോടുള്ള എൻ്റെ പ്രണയം പലപ്പോഴും ജനങ്ങളുമായി ബന്ധപ്പെട്ടു പോകാൻ പൊരുത്തപ്പെടുന്നില്ല. 37 വയസ്സുകാരിയായ ശ്യാമലി ഇപ്പോഴും അവിവാഹിത. അഭിനയം നിർത്തി ഇപ്പോൾ മറ്റൊരു മേഖലയിലേക്ക്. മാമാട്ടിക്കുട്ടിയമ്മ, മാളൂട്ടി എന്ന കഥാപാത്രങ്ങൾ എക്കാലത്തും മലയാളികൾ ഓർക്കുന്നതാണ്. ഇത്രയേറെ മലയാളികൾ ഇഷ്ടപ്പെട്ട ബാലതാരങ്ങൾ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. വീണ്ടും അഭിനയ രംഗത്തെത്തുമോ എന്നാണ് ശാലിനിയോട് ആരാധകരുടെ ചോദ്യം. നടൻ അജിത്താണ് ശാലിനിയുടെ ഭർത്താവ്. വിവാഹശേഷം ശാലിനി സിനിമാ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയാണ്. അതുപോലെ വളർന്നപ്പോൾ സിനിമാ ലോകത്തേക്ക് നല്ലൊരു തിരിച്ചുവരവ് നടത്താൻ ശ്യാമിലിക്കും സാധിച്ചില്ല. അടുത്തിടെയാണ് ചിത്രങ്ങളും വിശേഷങ്ങളും പങ്കുവെച്ച് ശ്യാമിലി ഇൻസ്റ്റഗ്രാമിലും ആക്റ്റീവായി തുടങ്ങിയത്. തൻ്റെ മാത്രമല്ല, ചേച്ചി ശാലിനിയുടെയും മക്കളുടെയും വിശേഷങ്ങളും ശ്യാമിലി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കാറുണ്ട്. വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രിയും പൂർത്തിയാക്കിയ ശ്യാമിലി താൻ പഠിച്ചതും പരിചയപ്പെട്ടതുമായ സാഹചര്യങ്ങളിൽ നിന്നും ജോലിയിൽ നിന്നുമല്ല വിഭിന്നമായ ഒരു ജീവിതമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. 37 വയസ്സുകാരിയായ ശ്യാമലി ഇപ്പോൾ അവിവാഹിതയാണ്. വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന ചിത്രത്തിലൂടെ ചേച്ചിയുടെ ലക്കി സ്റ്റാർ ആയ കുഞ്ചാക്കോവിനൊപ്പം ഒരു തിരിച്ചുവരവിനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. ഏറ്റവും പുതിയ സെൽഫി വീഡിയോയ്ക്കൊപ്പം ശ്യാമലി പങ്കുവച്ച കുറിപ്പുമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. കലാകാരി എന്ന നിലയിൽ ഞാനൊരു നിരന്തരമായ വിരോധാഭാസത്തിലാണ് ജീവിക്കുന്നത്. ഐസൊലേഷൻ, വ്യൂസ് കണക്ഷൻ, ഏകാന്തതയോടുള്ള എൻ്റെ പ്രണയം പലപ്പോഴും ജനങ്ങളുമായി ബന്ധപ്പെട്ടു പോകാൻ പൊരുത്തപ്പെടുന്നില്ല. എന്നാൽ ഈ ബന്ധങ്ങളിൽ നിന്ന് ഞാൻ ഇടയ്ക്കിടെ ഊർജ്ജസ്വലമായ ഊർജ്ജം നേടുന്നുണ്ട്. രണ്ടായി മാറാൻ സാധിക്കുക എന്നത് ഒരു സർഗാത്മകതയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നായിരുന്നു ശ്യാമിലി കുറിച്ചു. അഭിനയം നിർത്തിയതിന് ശേഷം സോഷ്യൽ മീഡിയയിലൊന്നും തന്നെ ശ്യാമിലി ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ശ്യാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്യാമിലിയുടെ ഒരുപാട് ചിത്രങ്ങൾ, കുഞ്ഞിലുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ ഒരുപാട് രസത്തോടെ കണ്ടിട്ടുണ്ട്. ആനയും അതുപോലെ പട്ടിയും കുരങ്ങൊക്കെ ഉള്ള സിനിമ, അതിൻ്റെ അകത്ത് ശ്യാമിലിയുടെ അഭിനയമൊക്കെ രസമാണ്. എന്തോ ഒരു ശക്തിയുള്ളൊരു കുഞ്ഞുകുട്ടിയായിട്ടൊക്കെ അഭിനയിക്കുന്ന ആ ഒരു സമയത്ത് അഭിനയമൊക്കെ കാണുക ഇച്ചിരിയേ ഉള്ളൂ. ഒരു പൊടി കുഞ്ഞാണ്, പക്ഷേ എല്ലാം നന്നായിട്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിനേക്കാൾ കഴിവുള്ള പിള്ളേരാണ് വരുന്ന സിനിമയിൽ. അന്ന് അങ്ങനെയുള്ള പിള്ളേരെ കിട്ടാന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും കാണുകയല്ല. ഇന്ന് അതുപോലുള്ള എത്ര എണ്ണത്തെ വേണമെങ്കിലും ഒരു പരസ്യം കൊടുത്താൽ മതി, ഭയങ്കര കഴിവുള്ള പിള്ളേരെ ഇഷ്ടംപോലെ കിട്ടും. വേറെ ഒന്നും പറയാനില്ല. ടാറ്റ.